ഹലോ ഗായ്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് ഗായ്സ്. എനിക്ക് പെട്ടെന്ന് പോകണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ സുരേഷിനെ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഛർദിൻ്റെ ഒരു ഗുളിക കഴിച്ചിട്ടാണെങ്കിലും എനിക്ക് തലയ്ക്ക് എന്തോ പോലൊരു മന്ദതയായിരുന്നു ഗൈസ്. ഞാനിങ്ങനെ തല കുനിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ അമ്പലത്തിലെത്തി ഗൈസ്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 12:30 12 മണിക്ക് നട അടയ്ക്കുമെന്നാണ് അറിഞ്ഞിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും എന്തോ ഒരു ഭാഗ്യത്തിന് ട്യൂസ്ഡേ ആയതുകൊണ്ട് 1 മണി വരത്തേക്കും നട തുറന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. പിന്നെ ചേട്ടൻ എനിക്ക് അവിടുന്ന് ചരടൊക്കെ ജപിച്ച് മേടിച്ച് കൈ കെട്ടി തന്നു. പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു. ഒരുപാട് സന്തോഷം. എനിക്ക് പ്രതീക്ഷിക്കാണ്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എങ്കിലും ഇങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും തൊഴാനും കഴിഞ്ഞു. സമയം കഴിഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അമ്പലം ചുറ്റും വലമൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പ്ലാനിട്ടു ചെറായി ബീച്ചിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചെറായി ബീച്ചിലേക്ക് പോവുകയാണ് ഗൈസ്. നല്ല നട്ടുച്ചയായിരുന്നു ഗൈസ്. നല്ല വെയിൽ. ജസ്റ്റ് ഒന്ന് ആ ബീച്ച് കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ബീച്ചിലൊക്കെ കുറച്ച് നേരം നിന്ന ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. നമ്മൾ പിന്നെ എവിടെ പോയാലും നമ്മുടെ മന്തി വിട്ടുള്ള കളിയില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. പിന്നെ സൂപ്പ് ഓർഡർ ചെയ്തു, നൂഡിൽസ്, ബീഫ് മന്തി, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് വെൽക്കം ടു ചെറായി എടുക്കാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ എടുത്തു. താങ്ക് യു. ഇത്രയേ ഉള്ളൂ.